Assalamu Alaikum. Hello dear students. So we are learning our second chapter, and in the last class we have learned about the compounds. Okay, so the carbon dioxide molecule. What is the chemical formula of carbon dioxide? The chemical formula of carbon dioxide is CO2. The chemical formula of carbon dioxide is what? The chemical formula of carbon dioxide is CO2. And how many atoms are there? എത്ര ആറ്റംസ് ഉണ്ട് കാർബൺ ഡയോക്സൈഡിൽ? ടോട്ടൽ 3 ആറ്റംസ് അല്ലേ? വെച്ചാൽ 1 കാർബൺ 2 ഓക്സിജൻ, ഓക്സിജൻ്റെ പ്രിഫിക്സ് ആയിട്ട് താഴെ 2 കിടപ്പുണ്ട്, അപ്പം 1 + 2 ടോട്ടൽ ആറ്റംസ് 3. ഓക്കെ, സോ ഹൗ മെനി കാർബൺ ആറ്റംസ്? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? കാർബൺ സി ആണ് കാർബൺ ആറ്റം 1. എത്ര ഓക്സിജൻ ആറ്റം? ഓക്സിജൻ 2. ഓക്കെ, സോ ഇൻ ദിസ് മെത്തേഡ് വി റൈറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. And we can check another example, water. What is the chemical formula of water? What is the chemical formula of water? H2O. So now total number of atoms are 3 because 2 hydrogen 1 oxygen, and the total number of atoms is 3. And how many hydrogen atom? 2 hydrogen atom. How many oxygen atom? There is 1 oxygen atom. So total 3 atoms. Okay, so in your text, determine the total number of atoms present in the molecule is given below. So first of all we want to calculate the carbon dioxide. We know that carbon is 1 plus oxygen 2, that is 3. Okay, so the second question 5H2O. In 5H2O find out the total number of atoms present. So 5, okay, 5 into 5 ഇവിടെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക? 5 ഇൻറ്റു കൊടുക്കുക. വാട്ടർ എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും, ടോട്ടൽ നമ്പർ 3. സോ 5 into 3 15. Okay, so in 5H2O there is 15 atoms. സോ നമ്മൾ ഈ സൈഡിൽ കിടക്കുന്ന 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിയുള്ളത് ആഡ് ചെയ്ത് എഴുതുക. ആഡ് ചെയ്തതും പിന്നീട് ഈ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം വി ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾസ് ഓൾസോ. ദെൻ 7NH3. സോ 7 into NH3, നൈട്രജൻ 1, ഹൈഡ്രജൻ 3. നൈട്രജൻ എത്ര ഉണ്ട്? ഒരെണ്ണം. ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട് അല്ലേ? ഇൻ NH3 there is 1 nitrogen atom, 3 hydrogen atom, that is 4. So 7 into 4, that is equal to 28. 7 4s are 28. So number of atoms present in NH3 is 28. We can check another example, 2C6H22O11. സോ ഇത് ഒരു കെമിക്കൽ ഫോമുല കൊടുത്തേക്കുവാണ്. സോ എന്താണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ആദ്യം നമ്മൾ ഈ ആഡ് ചെയ്യേണ്ടത് അങ്ങ് ആഡ് ചെയ്യുക. C6H12O11. അപ്പം 22 ദെൻ 11 പ്ലസ് 6, ദെൻ വി ഗെറ്റ് 6ഉം 1ഉം 7ഉം 2 എത്ര? അപ്പം നമുക്ക് എത്ര കിട്ടും? C12 എത്ര കിട്ടുന്നത്? C12H22 C6 അല്ല C12 ആണ് കേട്ടോ. C6 അല്ല C12 ആണ്. C6 അല്ല C12. C12H22O11. അപ്പം 12 ആണ്, 11 അല്ല. അപ്പം നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഇത് മൂന്നും കൂടെ 12ഉം 22ഉം 11ഉം കൂടെ ആഡ് ചെയ്യാം. 12 പ്ലസ് 22 പ്ലസ് 11. അപ്പം 5, അപ്പം 2 എത്രയാ? 4. സോ 45. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൈഡിൽ കിടക്കുന്ന 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 45, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 90. ഓക്കെ, വി ഗെറ്റ് 90. എങ്ങനെയാണ്? C12H22O11. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. 12, 22, 11 വി ജസ്റ്റ് ആഡ് ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 2. ഈ സൈഡിൽ കിടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് അനദർ എക്സാമ്പിൾ ഒന്ന് നോക്കാം. 3NaCl.
3NaCl. ഓക്കെ, സോ എത്ര 3 ഇൻറ്റു ആണ്. അപ്പോൾ NaCl എത്ര ഉണ്ട് ടോട്ടൽ? Na1 Cl1. അപ്പോൾ സോഡിയം 1 ക്ലോറിൻ 1 അങ്ങനെ ടോട്ടൽ 2 atoms 3 into 2 that is equal we get 6 sodium chloride atoms. And one example also exit ZnCl2 സിങ്ക് ക്ലോറൈഡ് ആണ് ZnCl2 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സൈഡിലൊന്നുമില്ല, അപ്പം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. സിങ്ക് എത്ര എണ്ണം ഉണ്ട്? ഒരു സിങ്കും Cl2ൻ്റെ താഴെയായിട്ട് 2 കിടപ്പുണ്ട്. ഇങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ Cl2 + 1, അപ്പോൾ 2 ക്ലോറിനുണ്ട്, ഒരു സിങ്ക് ഉണ്ട്. അപ്പോൾ എത്ര ആറ്റംസ്? 1 + 2 that is we get 3 zinc chloride atoms. In zinc chloride there is total number of atoms are 3. അപ്പം ഇവിടെയാണ് നമ്മൾ സൈഡിലായിട്ട് വരുന്നത്, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അതിൻ്റെ കൂടെ അതങ്ങ് ആഡ് ചെയ്താൽ മതി. ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ സൈഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അത് തമ്മിൽ അങ്ങ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി എത്ര ആറ്റംസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, and next we are going to learn how to write the chemical equations or how to balance the chemical equations. Before that we have to learn something new. The substance taking part in a chemical reactions are called reactants. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്താണ് അതിൽ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റിയാക്ടൻസ്. സബ്സ്റ്റൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ ആർ കോൾഡ് പ്രോഡക്ട്സ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എന്താണ് സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് റിയാക്ടൻസ് എന്നും. അപ്പോൾ ഇങ്ങനെ റിയാക്ടൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? ഉണ്ടാവുന്നതിനെ നമ്മൾ പ്രോഡക്ട്സ് എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വി ക്യാൻ ചെക്ക് ആൻ എക്സാമ്പിൾ. സിങ്ക് Zn, zinc, HCl, hydrogen chloride, zinc plus HCl gives what? Zinc plus HCl. Zinc Zn എന്ന് പറഞ്ഞാൽ സിങ്ക് ആണ്, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും HCl. ഓക്കെ, HCl ഹൈഡ്രജൻ ക്ലോറൈഡ്. ആൻഡ് ദെൻ വി ഗെറ്റ് zinc Cl2, zinc chloride plus what? Plus H2, ഹൈഡ്രജൻ. H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. സോ എന്താണ്? സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്തു. ദെൻ വി ഗെറ്റ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഇതിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇത് റിയാക്റ്റൻസ് എന്ന് പറയും. ഇത് റിയാക്റ്റൻസ് ആൻഡ് ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ ദീസ് ആർ റിയാക്റ്റൻസ് ആൻഡ് ദീസ് ആർ ദ പ്രോഡക്ട്സ്. ഇത് റിയാക്റ്റൻസ്, ഇത് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പം നമുക്കിത് എത്ര ആറ്റംസ് ഉണ്ട് ഇവിടെ? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ? റിയാക്റ്റൻസിൽ എത്ര സിങ്ക്? ഒരു സിങ്ക്, ഒരു ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ. ഓക്കെ, എല്ലാം 1 വീതം. ഇനി നമ്മൾ പ്രോഡക്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് നോക്കുമ്പോൾ എത്രയാണ്? ഇവിടെ സിങ്ക് എത്ര? സിങ്ക് പ്രോഡക്ട്സിൽ 1 തന്നെയാണ്. പക്ഷേ ക്ലോറിൻ എത്ര ഉണ്ട്? ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ക്ലോറിൻ്റെ താഴെ ഒരു 2 ഉണ്ട്. സോ ക്ലോറിനും 2. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് റിയാക്റ്റൻസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ദ സബ്സ്റ്റൻസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻസ് ആർ കോൾഡ് റിയാക്റ്റൻസ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ദെയർ ഫോംസ് ദ പ്രോഡക്ട്സ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ പിന്നെ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടന്ന് എന്തുണ്ടാവുന്നു? പ്രോഡക്ട്സ് ഉണ്ടാവുന്നു. അത് പ്രോഡക്ട്സ്. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റിയാക്റ്റൻസ്. ഇൻ ദ ലെഫ്റ്റ് സൈഡ് വി ആർ കോൾഡ് ഇറ്റ് ഇസ് റിയാക്റ്റൻസ് ആൻഡ് ദ റൈറ്റ് സൈഡ് ദേ ആർ പ്രോഡക്ട്സ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റിയാക്റ്റൻസും റൈറ്റ് സൈഡിൽ കിടക്കുന്നത് പ്രോഡക്ട്സുമാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. സോ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഇറ്റ് ഈസ് റിയാക്റ്റൻസ് ആൻഡ് റൈറ്റ് സൈഡ് ഇറ്റ് ഫോംസ് ദ പ്രോഡക്ട്സ്. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് റിയാക്റ്റൻസ് എന്നും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു ഉൽപ്പന്നം അതിനെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ. Zn 2HCl gives ZnCl2, zinc chloride plus H2 പ്ലസ് H2. സോ നമുക്കിവിടെ എത്ര റിയാക്റ്റൻസ് എത്ര പ്രോഡക്ട്സ് എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡിലെ റിയാക്റ്റൻസ്, ഇവിടെ പ്രോഡക്ട്സ്. ഓക്കെ, റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇവിടെ എത്ര ഏതൊക്കെയാണ് റിയാക്റ്റൻസ്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിയാക്റ്റൻസിൻ്റെ കൂട്ടത്തിൽ സിങ്ക് 1, ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജൻ
2. ദാ ഈ 2 എന്ന് പറയുന്നത് ഈ HCl രണ്ട് ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. സോ എത്ര ഹൈഡ്രജൻ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ടായതുകൊണ്ട് 2 ഹൈഡ്രജൻ. അതുപോലെ തന്നെ ഈ 2 എന്ന് പറയുന്നത് ഈ ക്ലോറിനും ബാധകമാണ്. അപ്പോൾ എത്ര ക്ലോറിൻ? 2 ക്ലോറിൻ. നമുക്കിനി പ്രോഡക്ട്സ് നോക്കാം. ഇവിടെ എത്ര സിങ്ക്? സിങ്ക് ഒന്നേ ഉള്ളൂ. ക്ലോറിൻ 2 എണ്ണം ഉണ്ട് അല്ലേ? ക്ലോറിൻ എത്രയാണ്? ക്ലോറിൻ 2, ഹൈഡ്രജൻ 2. Okay, so in this way we can write the number of reactants and products. അപ്പം ഇവിടെ സിങ്കിൻ്റെ താഴെ ഒന്നുമില്ല, സൈഡിലൊന്നും ഒന്നുമില്ല, അപ്പം ഒന്നേ ഉള്ളൂ. പിന്നെ HClൻ്റെ ഇവിടെ ആയിട്ട് 2 ഉണ്ടായത് ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2. ആൻഡ് സിങ്ക് Cl2ൻ്റെ താഴെ ഒരു 2 ഉണ്ട്, അതായത് Cl2 2 എണ്ണം ഉണ്ട്. H2ൻ്റെ താഴെയും ഹൈഡ്രജൻ്റെ താഴെയും ഒരു 2 ഉണ്ട്. ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. വി ക്യാൻ ചെക്ക് ദ എക്സാമ്പിൾസ്. Okay, so carbon plus oxygen gives carbon dioxide. Carbon and oxygen, when carbon and oxygen combine to form the carbon dioxide. So which are the reactants? Carbon and oxygen are the reactants and the product is carbon dioxide. CO2 is the product. In the next second example, H2 plus Cl2 gives 2 HCl. In page number 59 the examples you can see. So what are the reactants? Hydrogen and chlorine are the reactants. Products hydrogen chloride, HCl is the product. Then the third equation, 2H2 plus O2 gives 2H2. വാട്ടറിൻ്റെ ഫോർമേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? ദ റിയാക്റ്റൻസ് ആർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, O എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. ആൻഡ് ദ പ്രോഡക്റ്റ് ഇസ് H2O, ഇറ്റ് ഇസ് വാട്ടർ. വാട്ടറാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കെമിക്കൽ ഹൗ ടു ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങളത് കുറച്ച് ലിസൺ കെയർഫുള്ളി. ഓക്കെ, നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളതേ ഉള്ളൂ. സോ Mg പ്ലസ് Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം. ഓക്കെ, Mg പ്ലസ് O2, നിങ്ങൾ ആ സിമ്പിൾസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. Mg മീൻസ് മഗ്നീഷ്യം, O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. Mg പ്ലസ് O2 ഗീവ്സ് MgO. അപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷൻ ബാലൻസ് ആണോ എന്ന് നോക്കുക. എപ്പോഴാണ് ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആവുന്നത്? വെൻ എ കെമിക്കൽ ഇക്വേഷൻസ് ഈസ് ബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഈ റിയാക്റ്റൻസിൻ്റെ എണ്ണവും പ്രോഡക്ട്സിൻ്റെ എണ്ണവും ഒരുപോലെ ആയിരിക്കുമ്പോഴാണ് ആ ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഇപ്പം മഗ്നീഷ്യം ഇവിടെ ഒരു 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും മഗ്നീഷ്യം 2 ആയിരിക്കണം. ഓക്സിജൻ ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇവിടെയും 2 ആയിരിക്കണം. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ? വെൻ എ കെമിക്കൽ റിയാക്ഷൻസ് ഇസ് റിട്ടൺ, ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം കൈൻഡ് ഓൺ ദ side of reactants of the product should be equal. This type of chemical equation is called a balanced chemical equation. റിയാക്റ്റൻസിൻ്റെ സൈഡിലും പ്രോഡക്ട്സിൻ്റെ സൈഡിലും എന്ത് വരണം? സെയിം നമ്പർ ആയിരിക്കണം. ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. Mg പ്ലസ് O2 ഗിവ്സ് MgO. ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. വെദർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഓർ നോട്ട്. ബാലൻസ്ഡ് ആണോ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? ഇവിടെ മഗ്നീഷ്യം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കാം. മഗ്നീഷ്യം ഇവിടെ 1 ഉണ്ട്. ഓക്സിജൻ ഇവിടെ O2 എത്രയുണ്ട്? ഓക്സിജൻ എത്രയുണ്ട്? ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കൂ. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. ഇവിടെ മഗ്നീഷ്യം എത്ര തന്നെയാണ്? 1 ഉണ്ട്. പക്ഷേ ഓക്സിജൻ എത്രയാണ്? ഓക്സിജന് 1 ആണ് അല്ലേ? ഓക്സിജൻ 1 ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? കാരണം ഇവിടെ ഓക്സിജൻ 2, ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, പക്ഷേ റൈറ്റ് സൈഡിൽ അത് 1 ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുക. നമ്മൾ നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഓക്സിജൻ നമുക്ക് ഇവിടെ O2 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരു ഓക്സിജൻ 2 ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു 2 അങ്ങ് ഇട്ട് കൊടുത്താൽ അത് ബാലൻസ്ഡ് ആവുമെന്ന്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വി കാൺ റൈറ്റ് ഇറ്റ് ആസ് ദിസ് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, നമുക്കത് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം എന്ത് ചെയ്യണം? 2 ഇവിടെ ഇടരുത്, 2 നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. സോ ഇൻ ദ ലെഫ്റ്റ് സൈഡ് വി ക്യാൻ ഈ സൈഡുകളിൽ നമുക്ക് ഇടാം, പക്ഷേ ഇവിടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ പറ്റത്തില്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വന്നു. അപ്പോൾ എന്തായി? ഇപ്പം നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ 2 മഗ്നീഷ്യമായി. നോക്കേ, 2 മഗ്നീഷ്യമായി. ഓക്സിജനോ? ഇവിടെ 2 എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനോ അത് ബാധകമാണ്. അപ്പോൾ അവിടെ 2 ഓക്സിജനായി അല്ലേ? ഇപ്പം ഇവിടെ നോക്കേ, ഇപ്പം വീണ്ടും ഇവിടെ പോയി അല്ലേ? ഇപ്പം മഗ്നീഷ്യം ഇവിടെ 1 ഉള്ളൂ, ഓക്സിജൻ 2. ഓക്സിജൻ്റെ ഓക്കെ, പക്ഷേ മഗ്നീഷ്യം എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ നമുക്കതെങ്ങനെ 2 ആക്കാൻ പറ്റും? ഇവിടെ നമ്മളൊരു 2 അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? 2 മഗ്നീഷ്യമായി. ഓക്കെ,
സോ ഇവിടെ 2 മഗ്നീഷ്യമായി, ഇപ്പുറത്തെ സൈഡിൽ എന്തായി 2 മഗ്നീഷ്യമായി, ഇവിടെ 2 ഓക്സിജനായി, ഇവിടെയും 2 ഓക്സിജനായി. അപ്പം നമ്മളത് ലോജിക്കായിട്ട് നമ്മൾ തന്നെ തിങ്ക് ചെയ്യുക അതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ നമ്പേഴ്സ് ഒന്നും മാറ്റിയും തിരിച്ചൊന്നും ഇടാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ നമ്പേഴ്സ് ഇടുമ്പോൾ വി യൂസ് പുട്ട് ദ നമ്പേഴ്സ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കോമ്പൗണ്ട് ഓർ എലമെൻറ്റ്. കോമ്പൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ആ നമ്പേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് സെക്കൻഡ് റിയാക്ഷൻ നോക്കാം. സോ വി ക്യാൻ ചെക്ക് ദ നെക്സ്റ്റ് സെക്കൻഡ് റിയാക്ഷൻ. വി ക്യാൻ ചെക്ക് വെദർ ഇറ്റ് ഈസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്. ഓക്കെ, ദ എക്സാമ്പിൾ N2 plus 3H2 gives 2NH3. ഓക്കെ, ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പം നൈട്രജൻ എത്രയാണ് 2 ഉണ്ട്, ഹൈഡ്രജൻ 3 × 2 6 അല്ലേ, നമ്മളിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കാം നൈട്രജൻ എത്രയുണ്ട് 2 ഉണ്ട്, ഹൈഡ്രജൻ എത്രയാ 2 × 3 അതായത് 6. അപ്പോൾ ഇതെന്ത് ഇക്വേഷനാണ്, ദിസ് ഇസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. സോ നമ്മൾ ഇതിനകത്ത് നമ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട, ഇറ്റ് ഇസ് ഓൾറെഡി എ ബാലൻസ്ഡ് ഇക്വേഷൻ. അത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, റൈറ്റ് സൈഡിൽ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്പർ ആണോ റൈറ്റ് സൈഡിലെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്യുക, ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്യുക. വി ക്യാൻ ചെക്ക് അനദർ എക്സാമ്പിൾ. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ നിങ്ങൾ H2O2 ഗീവ്സ്, നിങ്ങൾക്ക് എക്സാമിന് അതിൻ്റെ പേരൊന്നും എഴുതാൻ ചോദിക്കില്ല, ബട്ട് നിങ്ങൾ നെയിംസ് കോമ്പൗണ്ടിൻ്റെ നെയിംസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. H2O2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 ഗീവ്സ് എന്താണ് H2O + O2. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ. ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എഴുതി നോക്കാം. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രജൻ 2, ഇവിടെ ഓക്സിജൻ 2. ഇനി റൈറ്റ് സൈഡിൽ ഹൈഡ്രജൻ 2 ആണ്, ഹൈഡ്രജൻ 2 തന്നെയാണ്. ഓക്സിജൻ പക്ഷേ എത്ര എണ്ണം ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജനും കൂടെ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. സോ ഹൗ വി ക്യാൻ ബാലൻസ്ഡ്. അപ്പം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2 or 3 ഒക്കെ ഒന്ന് ഇട്ട് വെക്കുക. അപ്പം ഇവിടെ എത്ര, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ നമുക്ക് എത്ര വേണം, നമുക്ക് 3 ഓക്സിജൻ വേണം അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് 2 ഇട്ട് വെക്കുക. അപ്പോൾ എത്ര ആയി, ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയായി, അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 × 2 4 ആയി അല്ലേ. 2 × 2 എത്രയായി 4 ആയി. അപ്പോൾ ഓക്സിജൻ എന്ന് പറയുന്നത് ഇവിടെ 2, ഈ 2 എന്ന് പറയുന്നത് ഈ ഓക്സിജന് ബാധകമാണ്. അപ്പോൾ 2 ഓക്സിജൻ ഇവിടെ ഉണ്ട്, ഇവിടെ 4 ആയി അല്ലേ. അപ്പോൾ ഇവിടെ 4 ഓക്സിജനായി. മനസ്സിലായത് എങ്ങനെയാണ് വന്നതെന്ന്. ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു 2 പുട്ട് ചെയ്തു, കാരണം ഇവിടെ ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 2 അവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്, ഹൈഡ്രജൻ 4 ആയി. ഈ 2 എന്ന് പറയുന്നത് ഹൈഡ്രജന് ബാധകമാണ്, 2 2s are 4. ഇപ്പോൾ ഹൈഡ്രജൻ 4 ആയി. ഈ 2 എന്ന് പറയുന്നത് ഈ ഓക്സിജന് ബാധകമാണ്. അപ്പോൾ ഈ ഓക്സിജൻ എത്രയായി 2 ആയി. പിന്നെ അതാ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, 2 4 ആയി. അപ്പോൾ ഇപ്പം നോക്കാം, ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ, അല്ല. ഹൈഡ്രജൻ ഇവിടെ 4 ഉണ്ട്, ഓക്സിജൻ ഇവിടെ 4 ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നോക്കേ ഹൈഡ്രജൻ 2 ഉള്ളൂ, ഓക്സിജൻ 2 ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെയും കൂടെ ഒരു 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആവുമെന്ന് നോക്കേ. അപ്പം ഹൈഡ്രജൻ 2 2s are 4. ഓക്കെ, 2 4 ആയി. ഇവിടെ നോക്കേ ഓക്സിജനും 2 2s are 4. അപ്പോൾ ഇവിടെയും 4 ആയി. അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ നമ്പേഴ്സ് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഇടരുത്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2 ആണെന്നുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഒരു ആ ഇക്വേഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളിവിടെ 2, ഇവിടെ ഫസ്റ്റ് 2 ആഡ് ചെയ്തപ്പം എന്ത് ചെയ്തു, ഇവിടെ അങ്ങ് ശരിയായി. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ അത് ഈക്വൽ അല്ല. അപ്പം നമ്മൾ ഇവിടെ ഈ റിയാക്ഷനിലും കൊണ്ടുവന്ന് എന്തോ എടുത്തു, ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പം എന്ത് ചെയ്ത്, അപ്പം നമ്പർ ഇവിടെ ഹൈഡ്രജൻ 4 ആയി, ഇവിടെ ഹൈഡ്രജൻ 4 ആയി, ഓക്സിജൻ 4 ആയി, ഓക്സിജൻ 4 ആയി. അപ്പം റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ദ നമ്പർ ഓഫ് റിയാക്ടൻസ് ആൻഡ് products become equal and the equation is now balanced. The equation now is balanced. ഇപ്പം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെ എണ്ണം സെയിം ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരിക്കലും ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ആഡ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യാവൂ. ഓക്കെ, so hope you have understood how to write the chemical equation and how to write the how to balance a chemical equation. When balancing the chemical equation, you have to understood that the number of reactants and products will become equal. Number of reactants and products equal ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, റിയാക്ടൻസും പ്രോഡക്ട്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അവർ സെക്കൻഡ് ചാപ്റ്റർ
And second chapter നമുക്ക് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തു. We cover all the portions in the second chapter, and in the next class we will learn the third chapter. Now we can wind up. Thank you.